നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്രയും കംപ്ലീറ്റ് ആയ ഒരു ഫുട്ബോൾ കരിയർ ചരിത്രത്തിലുണ്ടോ? മെസ്സിസ് കരിയർ ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈനിറ്റി അൺറിപ്പീറ്റബിൾ എന്നൊരു ലേഖനം എന്ന് കണ്ടു. അതിലൂടെ കടന്നു പോകുമ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ഇനി ഇങ്ങനെയൊരു കരിയർ മറ്റാർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യാനാകുമോ? സാധ്യതയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പലരും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1218 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. 1074 കളികളിൽ നിന്നാണിത്. മോസ്റ്റ് എവറാണത്. ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ലിയോ മെസ്സി. ഏറ്റവും അധികം ഇൻഡിവിജ്വൽ അവാർഡ്സ് 195 ഇൻഡിവിജ്വൽ അവാർഡ്സ്, മോസ്റ്റ് എവർ. 46 ട്രോഫീസ് അദ്ദേഹം വിൻ ചെയ്തു, മോസ്റ്റ് എവർ. സോ ഫുട്ബോൾ ലോകത്ത് നേടാനുള്ള എല്ലാം അദ്ദേഹം നേടിക്കഴിഞ്ഞു. നമ്മൾ ആ കരിയറിലെ കണക്കുകളൊന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും ദിസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് കരിയർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് എനി സ്പോർട്സ് എന്ന്. അപ്പം എല്ലാം കൂടെ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അത്രയും അധികമുണ്ട്. വീഡിയോയുടെ ലെങ്ത് വളരെ കൂടും. അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽ ട്രോഫീസും ഒക്കെ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ, എങ്കിലും അതിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് പറയുകയാണ്. FC ബാഴ്സലോണയ്ക്ക് വേണ്ടി 2004 മുതൽ 2021 വരെ കളിച്ച താരം 778 മത്സരങ്ങൾ അവർക്കായിട്ട് കളിച്ചിട്ട് 672 ഗോളുകളും 269 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. ആ ക്ലബിനൊപ്പം 35 കിരീടങ്ങൾ, അതായത് 10 ലാലിഗ കിരീടങ്ങൾ അതിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ അദ്ദേഹം പോയത് PSG-യിലേക്ക് 2021 മുതൽ 2023 വരെ അവിടെ കളിച്ചു. 75 കളികൾ, 32 ഗോളുകളും 34 അസിസ്റ്റുകളും. മെസ്സിയുടെ അത്ര ഫോമിലല്ലാത്ത കാലമെന്ന് പറയുമ്പോൾ പോലും 75 കളികളിൽ നിന്ന് 36 ഗോൾ കോൺട്രിബ്യൂഷൻസ് അവിടെയും ഉണ്ടായിരുന്നു എന്നത് മറക്കേണ്ട. അവിടെ അദ്ദേഹം 2 ലീഗ് 1 കിരീടങ്ങളടക്കം 3 ട്രോഫികളാണ് അവിടെ നേടിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് പോയി. മയാമിയിൽ 34 കളികളിൽ നിന്ന് 47 ഗോൾ കോൺട്രിബ്യൂഷൻസാണ്, 30 ഗോളുകളും 17 അസിസ്റ്റുകളും. അവിടെ 2 കിരീടങ്ങൾ നേടി, ഓൾറെഡി സപ്പോർട്ടേഴ്സ് ഷീൽഡ്, പിന്നെ ലീഗ്സ് കപ്പ് നേടിയിട്ടുണ്ടല്ലോ. ദെൻ അർജൻറ്റീനക്കായിട്ടോ 187 മത്സരങ്ങൾ, 109 ഗോളുകൾ. അർജൻറ്റീനയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അവർക്ക് വേണ്ടി നേടിയ താരമാണ്. 55 അസിസ്റ്റുകളുമുണ്ട്. ഒരു വേൾഡ് കപ്പ് നേടി, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടി, ഒരു ഫൈനലിസ്റ്റ് നേടി. ഇനി യൂത്ത് ഫുട്ബോൾ ആണെങ്കിലോ ഒളിമ്പിക്സ് ഗോൾഡ് മെഡലുണ്ട്. മുൻഡിയാൽ സബ്-20, അതായത് അണ്ടർ 20 വേൾഡ് കപ്പ്, അതിലും മുത്തമിട്ടിട്ടുണ്ട്. സോ ഫുട്ബോൾ ചരിത്രത്തിൽ ഇങ്ങനെ ക്ലബിനും രാജ്യത്തിനുമായി ഒരുപോലെ കിരീടങ്ങൾ വാരിക്കൂട്ടിയ ഒരു താരം ആരാണ് വേറെയുള്ളത്? 46 കിരീടങ്ങൾ, ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങളാണ്. ഇനി 1074 കളികളിൽ നിന്നാണ് ആ നേട്ടമെന്ന് നമ്മൾ പറഞ്ഞു. 843 ഗോളുകളും 375 അസിസ്റ്റുകളുമാണ് ടോട്ടലുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽ അവാർഡുകൾ കൂടി ഒന്ന് നോക്കിപ്പോയാൽ എല്ലാം കൂടി പറയാൻ കഴിയില്ല. 8 ബാലൻഡിയോറുകൾ. ഇനി ആരെങ്കിലും അത് തകർക്കുമോ? സാധ്യത വളരെ 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 കുറവാണ്. 8 ബാലൻഡിയോറുകൾ. 2009, 2010, 2011, 2012, 2015, 2019, 2021, 2023. ഫിഫ വേൾഡ് പ്ലെയർ അവാർഡ് 2009. ആ അവാർഡ് പിന്നെ മാറ്റി ബാലൻഡിയോറിനോടൊപ്പം മിക്സ് ചെയ്ത് പിന്നെ കൊടുത്തു. അതിനുശേഷം വീണ്ടും ഫിഫ ബെസ്റ്റായി വന്നപ്പോൾ അത് 3 തവണ, 2019, 2022, 2023. ഗോൾഡൻ ബൂട്ടുകൾ അദ്ദേഹം 6 തവണ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലോറിസ് അവാർഡ് 2 തവണ അദ്ദേഹം സ്വന്തമാക്കി. പിച്ചിച്ചി ട്രോഫി, ലാലിഗയിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർക്കുള്ള അവാർഡ് 8 തവണയാണ്. മറ്റാർക്കും അത് പിന്നെ അത്രയധികം തവണ നേടാൻ പറ്റിയിട്ടില്ല. 8 തവണ പിച്ചിച്ചി ട്രോഫി. ലാലിഗയിൽ MVP 9 തവണ. അതുപോലെ നിരവധി ഇൻഡിവിജ്വൽ അവാർഡുകളുണ്ട്. ഫിഫ ഫിഫ്പ്രോ ആ ഒരു ലിസ്റ്റിൽ വരുന്നു അദ്ദേഹം 2006. ഗോൾഡൻ ബോയ് അവാർഡ് 2005 അദ്ദേഹം സ്വന്തമാക്കുന്നു. കോപ്പ അമേരിക്കയിലെ മികച്ച താരത്തിനുള്ള അവാർഡ് 2015 2021. അതുപോലെ ലീഗ്സ് കപ്പിൽ അദ്ദേഹം MVP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. വേൾഡ് കപ്പിൽ അദ്ദേഹം ഇതുപോലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം 2 തവണ സ്വന്തമാക്കുന്നത് കണ്ടു. അങ്ങനെ അനവധി ഇൻഡിവിജ്വൽ അവാർഡുകളും ടീം അവാർഡുകളും ഗോളും അസിസ്റ്റും എല്ലാം ഉള്ളൊരു താരത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് കരിയർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് എനി സ്പോർട്സ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.